നമസ്കാരം, ടെക് ഫോർ ഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഇയർബഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇയർബഡ് ചാർജ് നിൽക്കുന്നില്ല എന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഏകദേശം ചാർജ് ഫുൾ ആവാറായിട്ടുണ്ട്. ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. അതുപോലെ അത് ഓഫായി പോവുകയും ചെയ്തു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഫുൾ ചാർജായി. ഫുൾ ചാർജ് കട്ട് ഓഫ് ആയതാണ് ഈ കാണുന്നത്. ഇതിൽ കംപ്ലൈൻ്റ് ഉള്ള ഇയർബഡ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ള ഇയർബഡാണ്. ഇത് ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റൊക്കെ സോങ് കേൾക്കുമ്പോൾ ബാറ്ററി ലോ ആവുകയും പെട്ടെന്ന് ഓഫായി പോവുകയും ചെയ്യുന്നു. മിക്കവാറും അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റൈറ്റ് സൈഡിലെ ഇയർബഡ് നമുക്ക് അഴിച്ചു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ അലൈൻമെൻറ്റ് സ്ക്രൂ ഡ്രൈവറാണ്. അലൈൻമെൻറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ പരന്ന വശം ഈ ഇയർബഡിൻ്റെ സൈഡിലായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഈ വെട്ടുള്ള ഭാഗത്ത് പതുക്കെ തിക്കിയിട്ട് ഇതിൻ്റെ ലോക്ക് പിടിക്കുക. ചെറിയ ലോക്ക് ഉണ്ട്, ആ ലോക്കുമ്മലാണ് ഇത് പിടിച്ച് നിൽക്കുന്നത്. ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് വിടും. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഊരിയെടുത്തപ്പോഴുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി വീർത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ചാർജ് നിൽക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്കിത് അഴിച്ചു മാറ്റാം. ഇതിനകത്ത് ചെറിയ പ്രിൻ്റാണ് വരുന്നത്. വളരെ സൂക്ഷ്മതയോടെ പതിയെ വേണം ഇത് അഴിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പ്രിൻ്റൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാം. ഇതിൻ്റെ ബോർഡ് ഇതിൻ്റെ കേസിൽ നിന്നും ഊരി വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ കേസാണ്, 1 ഇഞ്ചിൻ്റെ കേസാണിത്. അതിൽ നിന്ന് ഊരിയെടുത്ത ബാറ്ററി ഇതാണ്. ഇനി നമ്മൾ മേടിച്ച ബാറ്ററി എന്ന് പറഞ്ഞാൽ ഏകദേശം സെയിം ആണെന്ന് വെച്ചാൽ ഒരു പൊടിക്ക് വലിപ്പക്കുറവുണ്ട്. മേടിച്ച ബാറ്ററിക്ക് സെയിം വോൾട്ടേജാണ്. നമുക്ക് ഇത് ഞാനിവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചാണ്. ഇത് അത്യാവശ്യം പൈസ റേറ്റ് ആയിട്ടുണ്ട്. ഈ മൊബൈലിൻ്റെ ഡിസ്പ്ലേ, മൊബൈലിൻ്റെ സ്പെയർ കിട്ടുന്ന കടയിൽ നിന്നാണ് മേടിച്ചത്, അടുത്തുള്ള കടയിൽ നിന്ന്. എറണാകുളത്ത് പെരുന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ ബാറ്ററിക്ക് പൈസ കുറവായിരിക്കും. ഒരു 50 രൂപ, 50-60 റേഞ്ചിന് കിട്ടും. ഇവിടെ നിന്ന് ഞാനിത് 150 രൂപയ്ക്കാണ് മേടിച്ചത് ഈ ബാറ്ററി. പക്ഷേ ഇവിടെ നിന്ന് ഈ എറണാകുളത്തേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് അവിടേക്ക് പോയില്ല. കാഴ്ചയിൽ ഒരു ഇച്ചിരി പൊടിക്ക് വ്യത്യാസമുണ്ട്. ഒരു പൊടിക്ക് വലിപ്പം കുറവുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3.7 വോൾട്ടിന് കിട്ടുന്നുണ്ട്. എന്തായാലും ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ചാർജ് ചെയ്യേണ്ടി വരും ഒന്നും കൂടി. ഇതിൽ വയറൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രിൻ്റഡ് വയറൊക്കെ എടുത്തിട്ട് നമുക്കത് സോൾഡർ ചെയ്തേണ്ടി വരും. നമുക്ക് 2 വയർ എടുത്തിട്ട്, ചെറിയ കഷ്ണം വയർ എടുത്തിട്ട് ഇതിൻ്റെ സോൾഡർ ചെയ്യാം. ഞാൻ ഒരു മഞ്ഞ വയർ എടുത്തേക്കണം, 2 മഞ്ഞ വയർ എടുത്തേക്കണം. കണക്ട് ചെയ്യുമ്പോൾ പ്ലസും മൈനസും നോക്കി തന്നെ കൊടുക്കണം, മാറരുത്. അതുപോലെ സോൾഡർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ചെറിയ പ്രിൻ്റാണ്, പെട്ടെന്ന് സോൾഡർ ചെയ്തിട്ട് അവസാനിപ്പിക്കണം. അധികം ചൂട്, അധികം നേരം വെക്കരുത് സോൾഡറിങ്. അപ്പോൾ വീഡിയോ കാണുന്നത് പോലെ ചെയ്യുക. അതിനുശേഷം ഒരു ഇൻസുലേഷൻ ഒരു ടേപ്പ് ചുറ്റുക. തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേപ്പ് ചുറ്റിയെടുക്കാം. ഇയർബഡിൻ്റെ ബാറ്ററി മേടിക്കുമ്പോൾ സെയിം വലിപ്പത്തിലുള്ള ബാറ്ററി മേടിക്കാൻ നോക്കുക. ബാറ്ററി കൊണ്ടുപോയി മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് സോൾഡർ ചെയ്യാം. പ്ലസും മൈനസും മാറാണ്ട് തന്നെ ഇത് സോൾഡർ ചെയ്തെടുക്കാം. സോൾഡർ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സോൾഡർ ചെയ്യണം. സോൾഡർ അയൺ അധികം വെക്കരുത്. ഇതിൻ്റെ ബോർഡിന് 1 ഇഞ്ച് വലിപ്പം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ചെറിയ സോൾഡറിങ് ചെയ്യണം, ചെറുതായിട്ട് ചെറിയ പ്രിൻ്റായിരിക്കും. അപ്പോൾ സൂക്ഷ്മതയോടെ നല്ല ക്ലിയറായിട്ട് ഇതുപോലെ സോൾഡർ ചെയ്യണം. പ്രിൻ്റൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. ഇനി ഇതിൻ്റെ കേസിനകത്തായിട്ട് കയറ്റാം. വളരെ ശ്രദ്ധിച്ച് വേണം കേസിനകത്ത് വെക്കുമ്പോഴും. ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇതിനോട് ലോക്ക് ഉണ്ട്, ഈ ലോക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ബാറ്ററി ഇതിൽ സേഫാക്കി വെച്ച് വയറൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതിൻ്റെ കേസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോക്കായിക്കോളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുക്കാം. കടകളിൽ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്, ഇനി ഇത് ഊരിപ്പോരില്ല. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചാർജിങ്ങിന് ഇട്ട് നോക്കാം. ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട്. ചാർജിങ്ങിന് 2 ഇൻഡിക്കേറ്റർ ബാറ്ററി ചാർജ് ആവുന്നത് കാണാം. ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കത്തിയിട്ടുണ്ട്, അത് ചാർജിങ് ഫുൾ ആവാറായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് ഓഫ് ആവും, അതുപോലെ തന്നെ ബാറ്ററിയുടെ സിഗ്നലും പോവുകയും ചെയ്യും. അതിൻ്റെ അത് പോയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാറ്ററി ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബ്ലൂ റൈറ്റ് സൈഡിലുള്ള ഇയർബഡിൻ്റെ ഒരു ബ്ലൂ കളറ് തെളിഞ്ഞത് കാണാം. ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഓഫ് ആവുകയും ചെയ്യും, അതുപോലെ ബാറ്ററി സിഗ്നലും ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ബാറ്ററി ഫുള്ളാവും. ഇപ്പോൾ 89% ബാറ്ററി ഓഫ് ആവുകയും ചെയ്തു. ഇപ്പോൾ 2 ഇയർബഡും ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.